ബിജെപിയുടെ നേതൃത്വത്തിലുള്ള നഗരഭരണത്തിൽ പൊറുതിമുട്ടി തിരുവനന്തപുരം നിവാസികൾ. കുടിവെള്ള പ്രശ്നം മുതൽ തെരുവുനായ ശല്യം വരെയുള്ള നിരവധി പ്രയാസങ്ങളിൽ പൊറുതിമുട്ടുകയാണ് നഗരവാസികൾ. LDF ഭരണകാലത്ത് കാണാൻ പോലും കഴിയാത്ത പ്രതിസന്ധികളാണ് ചുരുങ്ങിയ മാസം കൊണ്ട് ബിജെപി സൃഷ്ടിച്ചിരിക്കുന്നത്. മാറാത്തത് മാറുമെന്നാണ് ബിജെപി അധികാരത്തിലേറിയപ്പോൾ തിരുവനന്തപുരത്ത് നഗരവാസികളോട് പറഞ്ഞത്. അധികാരത്തിലേറി 6 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾ ആ മാറ്റം കണ്ടു. മാറിവന്ന തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. 4 മാസം മുൻപ് കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയുടെ ശുചീകരണ പ്രവർത്തനമടക്കം നഗരസഭ പൂർണ്ണമായും അലങ്കോലമാക്കിയെന്ന് തിരുവനന്തപുരം നഗരസഭ മുൻ മേയർ VK പ്രശാന്ത് പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാല ശുചീകരണം പാളിപ്പോകുന്നൊരു സ്ഥിതി വന്നത്. അപ്പോൾ അത് നിലവിലെ ഭരണസമിതി ഉത്തരവാദിത്തമാണ്. ശേഖരിച്ച മാലിന്യങ്ങൾ എവിടെ എങ്ങനെ സംസ്കരിക്കണം എന്ന് പോലും കൃത്യമായ പ്ലാനില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങളൊക്കെ മേയറായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവ് കുറയ്ക്കാൻ നല്ല പരിശ്രമം നടത്തി. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, 400 ടണ്ണിലേറെ ഉണ്ടായിരുന്ന അതിൻ്റെ അളവ് ഗ്രീൻ പ്രോട്ടോക്കോൾ പദ്ധതികളിലൂടെ നമ്മൾ 60 ടണ്ണിൽ താഴെയായി ചുരുക്കി. അങ്ങനെ ചുരുക്കിയ വേസ്റ്റാണ് കൃത്യമായിട്ട് ശാസ്ത്രീയമായി സംസ്കരിച്ചത്. ഇവിടെ അത്തരമൊരു പ്ലാനേ ഇല്ലായിരുന്നു. ഗ്രീൻ പ്രോട്ടോക്കോൾ ഇല്ലായിരുന്നു, സീറോ വേസ്റ്റ് പദ്ധതി ഇല്ലായിരുന്നു, ഭക്തജനങ്ങളെ സഹകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ശ്രമങ്ങളും നടത്തിയില്ല. ഇതെല്ലാം ആറ്റുകാൽ ട്രസ്റ്റിൻ്റെ മണ്ടയിൽ കൊണ്ടുവയ്ക്കാനും മുൻ മേയർമാരുടെ മണ്ടയിൽ വയ്ക്കാനും ഒക്കെയാണ് അദ്ദേഹം ശ്രമിച്ചത്. തെരുവുനായ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുമെന്നാണ് BJP അധികാരത്തിലേറിയതിനു മുൻപ് പ്രഖ്യാപിച്ചത്. എന്നാൽ തെരുവുനായ ശല്യം വർദ്ധിച്ചതോടെ അതിന്റെ പഴിയും മുൻ ഭരണസമിതിയും ജില്ലാ പഞ്ചായത്തിന്റെയും തലയിൽ തന്നെയാണ് മേയർ കെട്ടിവെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. നമ്മുടെ പേട്ടയിലെ സെൻറ്ററിലും പൂങ്കുളത്തെ സെൻറ്ററുകളിലും മറ്റ് നിരവധിയായിട്ടുള്ള മൃഗാശുപത്രികളിലും ഈ സംവിധാനം ഒരുക്കാം. നമ്മുടെ സ്ഥാപനങ്ങളുടെ ഡോക്ടർമാരെയും സംവിധാനത്തിനെയും പ്രയോജനപ്പെടുത്തിയാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാം. അപ്പോൾ നേരത്തെ നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അപ്പോൾ ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തി തെരുവുനായ ശല്യം പരിഹരിക്കാൻ നിലവിലെ നഗരസഭാ കൗൺസിൽ മുന്നോട്ട് വരണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ അമ്പേ പാളിയതോടെ അത് വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നമാക്കി മാറ്റാനാണ് മേയർ ശ്രമിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF ഭരിക്കുമ്പോൾ വെള്ളക്കെട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന വസ്തുതയുമുണ്ട്. വെള്ളപ്പൊക്കം കിഴക്കേക്കോട്ടയിൽ ഉണ്ടായപ്പോൾ നഗരസഭയിലെ ഓടയിലെ വെള്ളമല്ല എന്ന് പറയുന്ന ദൗർഭാഗ്യകരമായ സ്ഥിതി പോലും ഉണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ നഗരസഭ ഓടകൾ PWD ഓടകളിലേക്കും അതുപോലെ തന്നെ ഇറിഗേഷൻ കനാലുകളിലേക്കും വലിയ തോടുകളിലേക്കും കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഡ്രെയിനേജ് നെറ്റ്വർക്ക് ഉള്ളത്. കഴിഞ്ഞ ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 20 MLD കപ്പാസിറ്റിയുള്ള സീവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആരംഭിക്കുന്നത്. ഞാൻ മേയറായിരിക്കുമ്പോഴാണ് കഴക്കൂട്ടം വരെ സീവേജ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, തിരുമല ഭാഗത്തേക്കുള്ള എക്സ്റ്റൻഷൻ പരിപാടികൾ ആരംഭിക്കുന്നത്, ജഗതി കൂട്ടാമ്പിള സ്കീം ആരംഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ കഴിഞ്ഞ 10-40 വർഷത്തോളം LDF ഭരണസമിതികൾ നടത്തിവെച്ചിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങളെ അവമതിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം അദ്ദേഹം നടത്തുകയാണ്. മാലിന്യ പ്രശ്നത്തിലടക്കം ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ മുൻ ഭരണസമിതി നടപ്പിലാക്കിയിരുന്നു. എന്നാൽ അതിനെയെല്ലാം പുതിയ ഭരണസമിതി അട്ടിമറിക്കുകയാണ്. തെരുവ് വിളക്കുകളും കുടിവെള്ള പ്രശ്നവും ഇപ്പോഴും മറുപടിയില്ലാത്ത നഗരസഭയിലെ മറ്റൊരു പ്രശ്നമാണ്. സ്മാർട്ട് സിറ്റി പദ്ധതികളടക്കം കൈയൊഴിഞ്ഞ നിലയിലാണുള്ളത്. മുൻ ഭരണസമിതികൾ കൃത്യമായി നടപ്പിലാക്കിയ പദ്ധതിയെയാണ് VV രാജേഷ് അട്ടിമറിക്കാൻ നോക്കുന്നത്. എല്ലാ പ്രശ്നവും മുൻ മേയർമാരുടെയും മുൻ ഭരണസമിതിയുടെയും തലയിൽ വയ്ക്കുമ്പോൾ 6 മാസം കഴിഞ്ഞിട്ടും BJP ഒന്നും ചെയ്യുന്നില്ല എന്ന യാഥാർത്ഥ്യം പുറത്തുവരിക കൂടിയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.